വെൽക്കം ടു മൂവി ബ്രാൻഡ്. പലപ്പോഴും നടി മഞ്ജു വാര്യർക്കെതിരെ രംഗത്തെത്തിയിട്ടുള്ള വ്യക്തിയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ. ചോല, എസ് ദുർഗ, കയറ്റം തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനാണ് ഇദ്ദേഹം. കയറ്റം സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി മഞ്ജു വാര്യരായിരുന്നു. ഈ സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം മഞ്ജു വാര്യരെ കുറിച്ച് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വലിയ വിവാദങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. ഒരിക്കൽ മഞ്ജു വാര്യർ പോലീസിൽ പരാതിപ്പെടുകയും 2022 ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് ഏറെക്കാലം നിശബ്ദനായിരുന്ന സനൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീണ്ടും വിവാദ പോസ്റ്റുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നടൻ ദിലീപിനെതിരെ നീണ്ട കുറിപ്പ് പങ്കുവച്ചുകൊണ്ടായിരുന്നു സനൽകുമാർ രംഗത്തെത്തിയിരുന്നത്. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ക്രിമിനൽ മാനിപ്പുലേറ്റർ ആണ് ദിലീപ് എന്നതാണ് സനൽകുമാർ ആരോപിച്ചത്. മഞ്ജു വാര്യരുമായി തനിക്കുള്ള അടുപ്പം തന്നെ ദിലീപിന്റെ ശത്രുവാക്കി. തന്റെ സിനിമകൾ പുറത്തിറങ്ങാതിരിക്കാനും തന്നെ അറസ്റ്റ് ചെയ്യിക്കാനും എല്ലാം പിന്നിൽ നിന്നത് ദിലീപാണെന്നും സനൽകുമാർ ആരോപിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും മഞ്ജു വാര്യർ ഇപ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് അവർക്കും മകൾ മീനാക്ഷിക്കും ജീവന ഭീഷണി ഉള്ളത് കൊണ്ടാണെന്ന് മഞ്ജുവിനോട് സംസാരിച്ചപ്പോൾ തനിക്ക് മനസ്സിലായെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ സനൽകുമാർ പറഞ്ഞിരുന്നു. അതേസമയം സംവിധായകന്റെ പുതിയ ആരോപണങ്ങൾക്കെതിരെ കടുത്ത വിമർശനമാണ് ചിലർ ഉയർത്തുന്നത്. മാധ്യമ ശ്രദ്ധ കിട്ടാതായതോടെ ദിലീപിനെതിരെ സംസാരിക്കുകയാണെന്നാണ് ചിലരുടെ കമന്റ്. ദിലീപിനെതിരെ സംസാരിച്ചാൽ മഞ്ജുവിന്റെ പിന്തുണ കിട്ടുമെന്നത് കൊണ്ടാണോ ഇത്തരത്തിൽ ആരോപണം ഉയർത്തുന്നത് എന്നും ചിലർ ചോദിക്കുന്നു. സനൽ മാനസികാരോഗ്യത്തിന് ചികിത്സ തേടണമെന്നാണ് ചിലരുടെ കമന്റ്. മഞ്ജുവിനും മകൾക്കും ജീവന് ഭീഷണിയല്ലേ? ഏതു മകൾ ഡിവോഴ്സായ അന്നു മുതൽ ഇന്ന് വരെ ദിലീപിന്റെ കൂടെയുള്ള മകൾ. ഇനി നമ്മൾ ആരും അറിയാത്ത വേറെ മകളുണ്ടോ മഞ്ജുവിന്? പോയി വല്ല പണിയെടുത്ത് ജീവിക്കടോ. ഇത്രയും നാൾ മഞ്ജുവായിരുന്നു, ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വന്നപ്പോൾ ദിലീപായി. ഇനിയും നിങ്ങളുടെ പോസ്റ്റിന് റീച്ച് കിട്ടുമെന്നായിരുന്നു ആ കമന്റ്. താങ്കൾ ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണുക, അയാളുടെ ഉപദേശപ്രകാരം മുടങ്ങാതെ മരുന്ന് കഴിക്കുക. സിനിമ ഒന്നും താങ്കൾക്ക് പറഞ്ഞിട്ടുള്ള മേഖലയല്ല. മലയാള സിനിമയിൽ ഒന്നുമല്ലാത്ത താങ്കൾക്ക് എല്ലാവരും എന്നെ അപായപ്പെടുത്താൻ വരുന്നേ എന്ന് തോന്നുന്നുവെങ്കിൽ അത് മാനസിക വിഭ്രാന്തി മൂലമാണ്. എന്തെങ്കിലും ജോലിയെടുത്ത് മര്യാദയ്ക്ക് ജീവിക്കുക, രക്ഷപ്പെടും. അല്ലെങ്കിൽ അധോഗതി ആയിരിക്കും. ചാനലുകൾ 100 തവണ ആവർത്തിച്ചു വന്ന കേരളത്തിലെ ഏത് കുഞ്ഞുങ്ങൾക്കും പോലും അറിയാവുന്ന പൾസർ സുനിയും ബാലചന്ദ്രകുമാറും ഒക്കെ നിരവധി തവണ ഛർദ്ദിച്ച ആ അപസർപ്പക കഥയ്ക്കപ്പുറത്ത് അല്ലാതെ മറ്റെന്താണ് ഫ്രോഡ് കുമാറെ ഈ പോസ്റ്റിലുള്ളത്? ചുമ്മാ ഇരുന്ന് തള്ളാതെ, ആൾക്കാരെ പറ്റിച്ചും ഭീഷണിപ്പെടുത്തിയും പൈസ ഉണ്ടാക്കി തിന്നാതെ പണിയെടുക്ക് എന്നിങ്ങനെ നിരവധി പേരാണ് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ മഞ്ജു എന്തുകൊണ്ട് പരസ്യമായി പ്രണയം പറയാത്തതെന്നും അവരുടെ മകളുടെ ജീവന് ഭീഷണിയാണെന്ന് കരുതി തന്നോട് സംസാരിക്കുന്നില്ലെന്നും സംവിധായകൻ പറഞ്ഞിരുന്നു. ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് സനൽകുമാർ ഇക്കാര്യം പറഞ്ഞിരുന്നത്. സമൂഹം ഒരു തമാശയാണ്, അങ്ങനെ ഒന്ന് നിലനിൽക്കുന്നു തന്നെ ഇല്ല എന്നും തോന്നുന്നു ചിലപ്പോൾ. എന്റെയോ നിന്റെയോ എന്നുള്ളത് മാറ്റിവെച്ചാലും ഞാൻ പുറത്തുവിട്ട സംഭാഷണത്തിൽ 2 മനുഷ്യരാണല്ലോ ഉള്ളത്. അത് ആരായിക്കോട്ടെ, ഒരു സ്ത്രീയെ അവൾക്ക് ഇഷ്ടമുള്ളയാളോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നും അതിന് ശ്രമിച്ചാൽ ആ സ്ത്രീയുടെയും മകളുടെയും ജീവന് ഭീഷണിയാകും എന്നുമാണല്ലോ പ്രധാനമായും അതിലുള്ളത്. അതാരാണെന്ന് ബോധമുള്ള സമൂഹം ചോദിക്കണ്ടേ? അതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? ഞാൻ പൊതുസമൂഹത്തെ പറ്റിക്കുകയാണെന്ന് വാദിച്ചാൽ പോലും അതിന്റെ സത്യാവസ്ഥ നിരത്തി പോകാൻ ഒരു സമൂഹം തയ്യാറാവേണ്ടതില്ലേ? നീ പറഞ്ഞത് ശരി തന്നെയാണ്, ഇതൊരു പാഴ് സമൂഹമാണ്. ഞാൻ തോൽവി സമ്മതിച്ചു. മുൻപ് നിന്റെ മൗനം എന്നിൽ ഉണർത്തിയിരുന്ന വികാരം കോപമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഭയവും ആധിയുമാണ്. നിന്നെ ഓർക്കുമ്പോൾ ഉള്ളിലാളുന്ന തീ കാരണം എഴുതാതിരിക്കാൻ കഴിയുന്നില്ല. കടലാസ് വഞ്ചി പുഴയിൽ ഒഴുക്കിവിടും പോലെ നിന്നിലേക്ക് എത്തുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ എന്തൊക്കെയോ കുറിക്കുന്നു. നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ മറ്റെന്താണ് വഴി? എന്താണ് ഈ ലോകം ഇത്ര ക്രൂരമായി പോകുന്നതിന്റെ കാരണം എന്നും പറഞ്ഞാണ് സനൽകുമാർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. പിന്നാലെ കമന്റുകളുമായും നിരവധി പേരെത്തി. പലരും സനൽകുമാറിനെ വിമർശിച്ചുകൊണ്ടാണ് അഭിപ്രായം പറഞ്ഞത്. നിങ്ങളുടെ സിനിമയിൽ അഭിനയിച്ച ഒരു നടിയോട് താങ്കൾക്ക് പ്രണയം തോന്നിയിരിക്കാം, പക്ഷേ അവർക്ക് അങ്ങനെയൊന്നും തന്നെ ഇല്ല എന്ന് താങ്കൾക്കും അറിവുള്ളതല്ലേ? അതിന്റെ തെളിവല്ലേ താങ്കൾക്കെതിരെ അവർ കൊടുത്ത കേസ്? താങ്കൾ ഇപ്പോൾ അമേരിക്കയിൽ ഇരുന്നാണ് അവർക്കെതിരെ തണ്ട് കളിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അവരുടെ അല്ലാത്ത ഒരു വോയിസ് ക്ലിപ്പ് അവരുടേതെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വീണ്ടും നടപടികൾ വിളിച്ചു വരുത്തരുത് എന്നാണ് ഒരാൾ കുറിച്ചത്. ഈ പ്രവൃത്തി കൊണ്ട് സ്വയം കുഴിതോണ്ടാകാതിരിക്കുക. താങ്കളെ നേരിൽ പരിചയപ്പെട്ട ഒരാൾ എന്ന നിലയിൽ ഇത്തരം പ്രവർത്തികൾ ഭൂഷണമല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അവരെ അവരുടെ വഴിക്ക് വിടുക. താങ്കൾ അറിയാവുന്ന പണി തുടർന്നും ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് മറ്റൊരാൾ സനലിനോട് പറഞ്ഞത്. ഇതിനുള്ള മറുപടിയുമായി സംവിധായകൻ എത്തി. നിങ്ങൾ ഇവിടെ കമന്റ് ഇട്ടത് കൊണ്ട് 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. 1, നിങ്ങൾ ഇതേക്കുറിച്ച് മഞ്ജുവിനോട് സംസാരിച്ചിട്ടുണ്ടോ? 2, സംസാരിച്ചു. മഞ്ജു താൻ പുറത്തുവിട്ട ശബ്ദരേഖ നിഷേധിച്ചുവെങ്കിൽ ഒരു പരസ്യ പ്രസ്താവന നടത്താൻ നിങ്ങൾ ആവശ്യപ്പെട്ടു. ഇത് രണ്ടും ചെയ്തില്ല എങ്കിൽ എന്ത് കാര്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആധികാരികതയോടെ എന്ന ഭാവേന നിങ്ങൾ ഈ കമന്റ് ഇടുന്നത് എന്നാണ് സംവിധായകൻ ചോദിക്കുന്നത്. നേരത്തെ മഞ്ജു വാര്യർ ഇയാൾക്കെതിരെ പരാതി കൊടുക്കുന്നതിന് ശേഷം
സനൽകുമാർ രംഗത്തെത്തിയിരുന്നു. കമന്റുകളുമായി വന്ന 2 ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സനൽകുമാർ. ഒന്ന്, എന്താണ് മഞ്ജു കൊല്ലപ്പെട്ടേക്കാനുള്ള കാരണം? 2, അവർക്ക് ഭീഷണിയുണ്ടെന്ന കാരണത്താൽ അവർ ശബ്ദം മാറ്റി സംസാരിച്ച കോൾ അവരോട് ജീവനോളം പ്രണയമുള്ള താങ്കൾ പരസ്യപ്പെടുത്താൻ പാടുണ്ടായിരുന്നു എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു. ഞങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടു എന്നറിഞ്ഞാൽ കൊല്ലപ്പെടുമെന്ന അവസ്ഥ ഉള്ളതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് മഞ്ജു വാര്യർ എന്നെ കണക്ട് ചെയ്തത്. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് പുറത്തറിഞ്ഞിട്ടുണ്ട് എന്നത് ഞങ്ങൾക്ക് വ്യക്തമായി. മഞ്ജു വാര്യരുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നും എനിക്കൊരു മെസ്സേജ് ലഭിച്ചതാണ്. ഒന്ന്, മഞ്ജു വാര്യരുടെ സോഷ്യൽ മീഡിയ മറ്റാളുകളും ആക്സസ് ചെയ്യുന്നു എന്നറിയാവുന്നത് കൊണ്ടായിരുന്നു അത്. മറ്റൊന്ന്, മഞ്ജു വാര്യരുടെ അഡ്വക്കേറ്റ് എന്ന് അവകാശപ്പെടുന്ന ശാന്തി ദേവി എന്നെ വിളിക്കുകയും കേസിന്റെ കാര്യം സംസാരിക്കാനോ ആമിക്കബിൾ സെറ്റിൽമെന്റിനോ ആയി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ തന്നെ ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുകയും ചെയ്തതാണ്. അത്തരമൊരു മെസ്സേജ് അയക്കാൻ താൻ ആവശ്യപ്പെട്ടില്ലായിരുന്നു എന്ന് എന്നോട് മഞ്ജു വാര്യർ പറഞ്ഞു. ഇതൊക്കെ ഞാനും മഞ്ജു വാര്യരും തമ്മിൽ സംസാരിക്കുന്ന വിവരം അവരെ തടഞ്ഞു വെക്കുന്ന മാഫിയയുടെ കണ്ണികൾ അതറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കാരണമായി. ഈ സന്ദർഭത്തിൽ ഈ വോയിസ് റെക്കോർഡ് പുറത്തുവിടേണ്ടത് ഒഴിവാക്കാനാവാത്തത് ആയതുകൊണ്ടാണ് ഞാനത് പുറത്തുവിട്ടത്. മഞ്ജു വാര്യർക്ക് വധഭീഷണി ഉള്ളതിന് കാരണങ്ങൾ പലതുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അതിലൊന്നാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നില്ല എന്ന് മഞ്ജു വാര്യർ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ട പേജുകൾ പോലും പുറത്തു വന്നിട്ടില്ല. പുറത്തുവന്ന പേജുകളിൽ ആരുടെയും പേരുകളോ മൊഴികളോ ഇല്ല. മൊഴി കൊടുത്തവരുടെ പേരുകൾ പുറത്തുവിടാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് മഞ്ജു വാര്യർ ഇങ്ങനെയാണ് മൊഴി കൊടുത്തത് എന്ന് പ്രചരിപ്പിക്കപ്പെട്ടത്? മഞ്ജു വാര്യർ WCCയെ വഞ്ചിച്ചു എന്ന് മൊഴിമാറ്റി പറഞ്ഞു എന്ന് വ്യാപകമായ വീഡിയോകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രണയം പറഞ്ഞു എന്ന പേരിൽ മാനഹാനി ഉണ്ടായി എന്ന് കേസ് കൊടുത്ത മഞ്ജു വാര്യർ എന്തുകൊണ്ട് അത്തരം വ്യാപകമായ പ്രചാരണങ്ങൾക്കെതിരെ കേസ് കൊടുത്തില്ല? WCCയിൽ മഞ്ജു വാര്യർ സിനിമാ മേഖലയിൽ പ്രശ്നങ്ങളില്ല എന്ന് മൊഴി കൊടുത്തു എന്ന് അടിസ്ഥാനരഹിതമായി പ്രചരിപ്പിക്കപ്പെടുന്ന പോലെയാണ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ മഞ്ജു വാര്യർ സനൽകുമാർ ശശിധരനെതിരെ തനിക്ക് വധഭീഷണിയുണ്ടെന്ന് മൊഴി കൊടുത്തു എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നതും. ജീവനോടെയുള്ള കാലം മഞ്ജു വാര്യർ പൊതുജനത്തോട് ഇക്കാര്യങ്ങൾ പ്രതികരിക്കില്ല എന്ന് ഉറപ്പിക്കാനാണ് അവരെ പുറമേ കാണാനാവാത്ത തടവറയിൽ പാർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മഞ്ജു വാര്യർ ഏതെങ്കിലും വിധത്തിൽ പൊതുജനത്തോട് സംസാരിക്കുന്ന അവസ്ഥയുണ്ടായാൽ അതുണ്ടാക്കുന്ന ഡാമേജ് ആർക്കാണെന്നും എത്രയാണെന്നും ഊഹിക്കാമല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരില്ല എന്നുറപ്പിക്കാനുള്ള ഈ സർക്കാരിന്റെ ബന്ധശ്രദ്ധയും ഇവിടെ കാണണം. കാരണങ്ങൾ വേറെയുമുണ്ടെന്നുമാണ് സനൽകുമാർ പറയുന്നത്.